മഹാഭാരതം എന്ന ഐതിഹാസിക കൃതിയുടെ ഏതൊരു വിവർത്തനമെടുത്താലും ഏതൊരു വേർഷൻസ് ഓഫ് മഹാഭാരതം എടുത്താലും അതിൽ നമ്മൾ കാറ്റഗറൈസ് ചെയ്യുകയാണ് ടോപ്പ് 3 അണ്ടർ റേറ്റഡ് വാരിയേഴ്സ് ഇൻ മഹാഭാരത എന്ന് പറഞ്ഞ്. അതെ, അർഹിച്ച അംഗീകാരം മഹാഭാരതത്തിൽ കിട്ടാത്ത പോയ യോദ്ധാക്കളുടെ ഒരു മുൻനിര എടുക്കുകയാണെങ്കിൽ അതിൽ ഈ ഒരു വാഴ്ത്തപ്പെടാത്ത മഹാരഥനായിട്ടുള്ള യാദവന്റെ പേരുണ്ടാവും. അതെ, പ്രപഞ്ചത്തിലെ തന്നെ അജയ്യരായിട്ടുള്ള ഭഗവാൻ ശ്രീകൃഷ്ണ സ്വാമിയുടെ അപരാജിതമായിട്ടുള്ള നാരായണീ സേനയുടെ സേനാ നായകനായിട്ടുള്ള പാണ്ഡവ പക്ഷത്ത് നിന്ന് മഹാരഥന്മാരിൽ മഹാരഥന്മാരെ വെല്ലുവിളിച്ച സവ്യസാചിയായ സാക്ഷാൽ അർജുനന്റെ ശിഷ്യനായിട്ടുള്ള യുയുധനൻ എന്ന ജന്മനാമത്തിൽ അറിയപ്പെടുന്ന സത്യകന്റെ മകൻ സാത്യകി. അതെ, ഇന്ന് നമ്മൾ നോക്കുവാൻ പോകുന്നത് മഹാഭാരതത്തിലെ വാഴ്ത്തപ്പെടാതെ പോയ ഈ ഒരു യോദ്ധാവിനെ പറ്റിയാണ്, മഹാരഥനായ സാത്യകിയെ പറ്റി. സാത്യകി എന്നും സത്യകി എന്നും പറയുന്നുണ്ട്. എനിക്ക് കൂടുതൽ പറയുവാൻ ഇഷ്ടം സാത്യകി എന്നായതുകൊണ്ട് തന്നെ ഞാൻ സാത്യകി എന്ന് പറയുകയാണ്. യാദവ വംശത്തിലെ വൃഷ്ണി എന്ന ഗോത്രത്തിലെ ശലിയുടെ മകനായിട്ടുള്ള സത്യകന്റെ മകനാണ് സാത്യകി. സത്യകൻ ജന്മാന്തരം സാത്യകിക്കിട്ട നാമം യുയുധനൻ എന്നായിരുന്നു. എന്നാൽ അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് സാത്യകി അഥവാ സത്യകി എന്നായിരുന്നു. മഹാഭാരതം ആദ്യം പറഞ്ഞ പോലെ തന്നെ ഏതൊരു വേർഷൻസ് എടുത്തു നോക്കിയാലും ഭഗവാൻ ശ്രീകൃഷ്ണസ്വാമി ഒഴികെ ഏതേലും ഒരു യാദവ യോദ്ധാവ് പാണ്ഡവർക്ക് അത്രയും ഒരു അസറ്റ് ആയിട്ടുണ്ടെങ്കിൽ അത് ഈ ഒരു ഒറ്റ യോദ്ധാവാണ്, സാത്യകി. എന്തിനേറെ പറയുന്നു, മഹാഭാരതത്തിൽ അതായത് നമ്മുടെ കുരുക്ഷേത്ര യുദ്ധത്തിൽ പാണ്ഡവ പക്ഷത്ത് നിന്ന് അർജുനനും അഭിമന്യുവും കഴിഞ്ഞാൽ ഭീമസേനോടൊപ്പം തന്നെ ധനുർവേദത്തിൽ കൗരവ പടയെ ഒന്നടങ്കം നടുക്കിയിരുന്ന അല്ലെങ്കിൽ ഉന്മൂലന നാശം തന്നെ ചെയ്തിരുന്ന ഒരു ഒന്നൊന്നര യോദ്ധാവായിരുന്നു സത്യകി. ആദ്യം പറഞ്ഞ പോലെ തന്നെ സത്യകിയുടെ ഗുരുവായിട്ടുള്ളത് ഗാണ്ഡീവധാരിയായ സാക്ഷാൽ അർജുനനാണ്. അർജുനന്റെ ശിഷ്യനായി ഇരിക്കുക എന്നത് തനിക്ക് ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയൊരു സൗഭാഗ്യമായിട്ടാണ് സാത്യകി കണ്ടുപോകുന്നത്. ബോറി ക്രിട്ടിക്കൽ എഡിഷൻ എടുത്തു നോക്കുകയാണെങ്കിൽ ദ്രോണരും അർജുനനുമാണ് സാത്യകിയുടെ ഗുരുക്കന്മാർ. ഇതിൽ ധനുർവേദവും ഗദായുദ്ധവും കൂടുതൽ നേടിയത്, അതായത് കൂടുതൽ വിദ്യകൾ നേടിയത് അർജുനന്റെ പക്കൽ നിന്നുമാണ് സാത്യകി. മഹാഭാരതത്തിൽ നമ്മുടെ കൃഷ്ണൻ ദുര്യോധനും അർജുനനും 2 ഓപ്ഷൻസ് ഇങ്ങനെ കൊടുക്കുന്നുണ്ടല്ലോ. ഒരു സൈഡിൽ നിരായുധനായി നാം, മറു സൈഡിൽ അപരാജിതമായിട്ടുള്ള തൻ്റെ നാരായണീ സേന. സോ ഈ ഒരു ഓഫറിങ്ങിൽ നമ്മുടെ അർജുനൻ കൃഷ്ണനെ തന്നെ തെരഞ്ഞെടുത്തു. നാരായണീ സേനയുമായി തൃപ്തിപ്പെടേണ്ടി വന്നു നമ്മുടെ ദുര്യോധനന്. സോ ഈ ഒരു ടൈമിൽ നാരായണീ സേനയോടൊപ്പം തന്നെ എടുത്തു പറയുകയാണെങ്കിൽ ഒരക്ഷഹോണി നാരായണീ സേനയോടൊപ്പം പാണ്ഡവ സൈഡിൽ നിന്ന് യുദ്ധം ചെയ്ത യോദ്ധാവാണ് മഹാരഥനായ സാത്യകി. ഇതിന് തികച്ചും 2-3 കാര്യങ്ങളൊക്കെ പല വിവർത്തനങ്ങളിലും പറയുന്നുണ്ട്. ഏറ്റവും ഒതന്റിക്കേറ്റ് ആയിട്ടുള്ള വിവർത്തനങ്ങളിൽ 2 റീസണാണ് പറയുന്നത്. ഒന്ന്, ഗാണ്ഡീവധാരിയായ അർജുനന്റെ ശിഷ്യനായതുകൊണ്ടും 2, കൗരവ പടയിൽ അല്ലെങ്കിൽ കൗരവരുടെ പക്ഷം ചേർന്ന് യുദ്ധം ചെയ്തുകൊണ്ടിരുന്ന ഭൂരിശ്രവസ് എന്ന് പറയുന്ന മഹാനായ യോദ്ധാവുമായിട്ടുള്ള സാത്യകിയുടെ പരമ്പരാഗതമായ യുദ്ധവും. ഈ 2 റീസൺസ് കൊണ്ടും പാണ്ഡവ പക്ഷത്ത് നിന്ന് പോരാടിയ ഏക യാദവ സേനാ നായകനാണ് സാത്യകി. സോ ഈ കാര്യം എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. സാത്യകിനെ എന്തുകൊണ്ട് അണ്ടർ റേറ്റഡ് ആക്കി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് 2 പക്ഷക്കാരാണ് ഉള്ളത്. അതിലൊരു പക്ഷം വളരെ കോംപ്ലിക്കേറ്റഡ് ആൻഡ് കോൺഫ്ലിക്റ്റഡ് ആണ്. അതായത് ഭൂരിശ്രവസ് എന്ന് പറയുന്ന മഹാരഥനായ യോദ്ധാവിനെ വധിക്കുന്നത് സാത്യകിയാണ്. എന്നാൽ ആ വധത്തിന് ചില പ്രത്യേകതകളൊക്കെ ഉണ്ട്. ഒന്നാമത്തെ കാര്യം, ഭൂരിശ്രവസും സാത്യകിയും പരമ്പരാഗതമായി യുദ്ധം ചെയ്തുകൊണ്ടിരുന്നു വന്നവരാണ്. അതായത് ഭൂരിശ്രവസിന്റെ ഫാമിലിയും നമ്മുടെ സാത്യകിയുടെ ഫാമിലിയും എറ്റേണൽ റൈവൽസ് ആയിരുന്നു. എടുത്തു പറയുകയാണെങ്കിൽ ബാഹലീകൻ എന്ന വൺ ഓഫ് ദി ഓൾഡസ്റ്റ് ആയിട്ടുള്ള ഒരു വാരിയറിന്റെ മകനായിട്ടുള്ള സോമദത്തിന്റെ മകനാണ് ഈ ഭൂരിശ്രവസ്. യുദ്ധത്തിന്റെ 15ാമത്തെ ദിവസം ഈ മൂവരെയും വധിക്കുന്നത് സാത്യകിയാണ്. എന്നാൽ ഭൂരിശ്രവസ് യുദ്ധത്തിന്റെ 15ാം ദിവസം സാത്യകിനെ പരാജയപ്പെടുത്തുന്നുണ്ട്. ഇതിനൊരു ബാക്ക് സ്റ്റോറി ഉണ്ട്. അന്ന് സാത്യകി നേരിട്ടത് അന്യായിട്ടുള്ള മഹാരഥന്മാരെ ആയിട്ടായിരുന്നു. ആ മഹാരഥന്മാരെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഭൂരിശ്രവസുമായിട്ടുള്ള ഒരു ഡ്യൂവൽ വരുന്നത്. ഈ ഒരു ടൈമിൽ നമ്മുടെ ഭൂരിശ്രവസ് സാത്യകിനെ കംപ്ലീറ്റ്ലി ഡിഫീറ്റ് ചെയ്തിട്ടുണ്ട്.
ഇതിന് പുറകിൽ വേറൊരു ബാക്ക് സ്റ്റോറിയും കൂടെ പറയുന്നുണ്ട്. അതായത് ഭൂരിശ്രവസിന് വരദാനം കിട്ടിയിട്ടുണ്ടെന്നും സാത്വികീനെ കൊല്ലുവാനുള്ള എല്ലാ വരങ്ങളും അനുഗ്രഹങ്ങളും മേടിച്ചിട്ടായിരുന്നു ആ ഒരു യുദ്ധമെന്നും പറയുന്നുണ്ട്. എന്നിരുന്നാലും കംപ്ലീറ്റ്ലി 100% ഭൂരിശ്രവസ് സാത്വികീനെ ഡിഫീറ്റ് ചെയ്ത് ബോധരഹിതനാക്കിയെന്ന് തന്നെ പറയാം. ആ ബോധരഹിതനായി കിടന്നിരുന്ന നമ്മുടെ സാത്വികയുടെ തലയെടുക്കുവാൻ വേണ്ടി വരുന്ന ടൈമിൽ മഹാരഥനായിട്ടുള്ള ഗാണ്ഡീവധാരിയായിട്ടുള്ള അർജുനൻ അവിടെ വരികയും ഭൂരിശ്രവസിനെ പരാജയപ്പെടുത്തുകയും ചെയ്യുന്നു. സ്പെസിഫിക്കലി എടുത്തു പറയുകയാണെങ്കിൽ ഭൂരിശ്രവസിന്റെ 2 ഭുജങ്ങളും അർജുനൻ അമ്പ ചെയ്തുകൊണ്ട് ഇല്ലാതെയാക്കുന്നു. സോ കംപ്ലീറ്റ്ലി ഡിഫീറ്റഡ് ആയിട്ടുള്ള ഭൂരിശ്രവസ് ഇങ്ങനെ നിലത്തിരുന്ന് തൻ്റെ ഡിഫീറ്റ് അല്ലെങ്കിൽ തൻ്റെ പരാജയം ഇങ്ങനെ അംഗീകരിച്ച് മെഡിറ്റേറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. സോ നമ്മൾ ഒന്നുകൂടെ റീകോൾ ചെയ്യണം. സാത്വികനെ അവിടെ പരാജയപ്പെടുത്തി ബോധമില്ലാതെ ആക്കിയിരിക്കുന്ന ടൈമിൽ അവൻ്റെ തലയെടുക്കുവാൻ വന്ന ഭൂരിശ്രവസിനെ അർജുനൻ വന്ന് നേരിടുകയും അർജുനൻ ഡയറക്റ്റായിട്ട് വന്നിട്ട് നമ്മുടെ 2 ഭുജവും ഭൂരിശ്രവസിൻ്റെ എടുക്കുകയുമാണ് ചെയ്യുന്നത്. സോ ഈ ഒരു ടൈമിൽ നമ്മുടെ ഭൂരിശ്രവസ് അർജുനനോട് ചോദിക്കുന്ന കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത്, അർജുന, ഞാനിവിടെ ഒരു ഡ്യുവലായിട്ട് നിൽക്കുന്നത് കണ്ടില്ലേ? സോ നിങ്ങൾക്ക് എന്ത് യുദ്ധനീതി ഉണ്ടായിട്ടാണ് നിങ്ങൾ എന്നെ യുദ്ധത്തിന് വെല്ലുവിളിച്ചതും നിങ്ങൾ എന്നെ ആക്രമിച്ചതും? നിങ്ങൾക്കിപ്പോൾ എന്നെ ആക്രമിക്കാൻ യാതൊരു അധികാരവുമില്ല. യുദ്ധനീതിയുള്ള ഒരു യോദ്ധാവാണോ താങ്കളെന്ന് ഭൂരിശ്രവസ് അർജുനനോട് ചോദിക്കുന്നുണ്ട്. സോ ഇതെല്ലാം നടക്കുന്നത് നമ്മുടെ അഭിമന്യു വധം കഴിഞ്ഞിട്ടാണല്ലോ. സോ നല്ലൊരു യൂണോ റിവേഴ്സ് കാർഡ് പോലെ അടിച്ച് തിരിച്ചു കൊടുക്കുവാനായിട്ട് അർജുനന്റെ പക്കലും നല്ല രീതിയിൽ കുറേ പോയിന്റ്സ് ഉണ്ടായിരുന്നു. സോ അവർ തമ്മിൽ ഒരു ചെറിയ കോൺവെർസേഷൻ അതിൻ്റെ ഇടയ്ക്ക് നടക്കുന്നുണ്ട്. എന്നിരുന്നാലും അർജുനൻ ആ ഒരു ഡ്യുവലിൽ നമ്മുടെ ഭൂരിശ്രവസിന്റെ 2 ഭുജങ്ങളും അറുത്ത് അവനെ പരാജയപ്പെടുത്തുന്നുണ്ട്. സോ ഈ ഒരു ടൈമിൽ നമ്മുടെ സാത്വികയ്ക്ക് വീണ്ടും ബോധമൊക്കെ കിട്ടി. സോ സാത്വിക നോക്കുമ്പോൾ ഇതാണ്ട് കൈയൊന്നുമില്ലാതെ ഭൂരിശ്രവസ് ഇങ്ങനെ ഇരിക്കുകയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അർജുനനോട് പരാജയപ്പെട്ടതിൻ്റെ പൂർണ്ണമായ വിഷമം ഉൾക്കൊണ്ട് മെഡിറ്റേറ്റ് ചെയ്ത് ധ്യാനനിരതനായിരിക്കുകയാണ് നമ്മുടെ ഭൂരിശ്രവസ് ഇങ്ങനെ ഇരുന്ന ആ ഒരു ടൈമിൽ സാത്വിക വന്ന് ഭൂരിശ്രവസിന്റെ തല അറുത്തു. ഈ ഒരു മൊമെൻ്റാണ് സാത്വികനെ ഒരു കോംപ്ലിക്കേറ്റഡ് വാരിയറായിട്ട് അല്ലെങ്കിൽ എത്തിക്സ് ഇല്ല എന്ന് പറഞ്ഞ തരത്തിലുള്ള ഒരു വാരിയറായിട്ട് ഒരു വിഭാഗം ആൾക്കാർ ചിത്രീകരിക്കുന്നത്. എന്നാൽ ഇതിനെപ്പറ്റി അവിടെ വെച്ച് കുറേ ആൾക്കാർ, ഈവൻ പാണ്ഡവ സൈഡിലുള്ള ആൾക്കാർ വരെ സാത്വികനോട് ചോദിക്കുന്നുണ്ട്, എടാ, നീ കാണിച്ചത് മോശമായിപ്പോയി. അവൻ ധ്യാനനിരതനായിരിക്കുകയല്ലായിരുന്നോ? നിരായുധനല്ലായിരുന്നോ? ആ ടൈമിലാണോ നീ അവനെ വധിച്ചത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ സാത്വിക അതിന് മറുപടിയായിട്ട് പറയുന്നത്, ഞാൻ ബോധരഹിതനായി കിടന്നപ്പോഴല്ലായിരുന്നോ അവൻ എന്നെ വധിക്കുവാൻ വന്നത്? ആ ടൈമിൽ അർജുനൻ വന്നില്ലായിരുന്നുവെങ്കിൽ ഞാൻ മരിക്കുകയല്ലായിരുന്നു. സോ ഈ ഒരു കൗണ്ടർ പാർട്സ് വെച്ചാണ് നമ്മുടെ സാത്വിക അവിടെ പിടിച്ചു നിൽക്കുന്നത്. എന്നിരുന്നാലും ഭൂരിശ്രവസിന്റെ മരണം ഒരു വലിയൊരു ഘടന തന്നെയായിരുന്നു നമ്മുടെ പാണ്ഡവ സൈഡിനെ നേടിക്കൊടുത്തത്. സോ ജനറലൈസ് ചെയ്ത് മഹാഭാരതം നമ്മളൊന്ന് അനലൈസ് ചെയ്ത് നോക്കുമ്പോൾ ഈ ഒരു ഒറ്റ ഇൻസിഡന്റ് സാത്വികിനെ നല്ല രീതിയിൽ നെഗറ്റീവ്ലി ബാധിച്ചിട്ടുണ്ടെന്ന് വ്യക്തമാണ്. ബട്ട് അതിനെ ഓവർ പവർ ചെയ്യുന്ന രീതിയിലാണ് സാത്വികിയുടെ ഓരോ പ്രകടനവും ദിവസം 1 തൊട്ട്. എടുത്തു പറയുകയാണെങ്കിൽ യുദ്ധത്തിന്റെ 14-ാം ദിവസം, അതെ, ആ ഒരു കുരുക്ഷേത്ര യുദ്ധം കണ്ടതിൽ ഏറ്റവും വലിയ കാലഭൈരവന്റെ ആറാട്ടെന്ന് പറയുന്ന ആ ഒരു ദിവസം ഉണ്ടായിരുന്നല്ലോ. അഭിമന്യു വധത്തിന് തികച്ചും റിവെഞ്ചഫുൾ ആയിട്ട് വന്ന ഗാണ്ഡീവധാരിയായിട്ടുള്ള സാക്ഷാൽ മഹാരഥി സവ്യസാചിയായിട്ടുള്ള അർജുനന്റെ ആ ഒരു വരവ്. അതായത് അർജുനൻ പ്രതിജ്ഞ ചെയ്തിരുന്നു, എൻ്റെ മകനായിട്ടുള്ള അഭിമന്യുവിനെ കൊന്ന് അവനെ കൊല്ലുവാൻ വിട്ടുകൊടുത്ത എൻ്റെ ജ്യേഷ്ഠന്മാരെ പിടിച്ചു വെച്ചിരുന്ന ജയദ്രഥനെ, അതിന് തടസ്സമായിട്ട് നിന്നിരുന്ന ആ ഒരു ജയദ്രഥനെ ഞാൻ കൊന്നില്ല എങ്കിൽ, സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് ഞാൻ അവനെ കൊന്നില്ല എങ്കിൽ എൻ്റെ നാമം അർജുനനെന്നല്ല, ഞാൻ ആത്മാഹൂതി അർപ്പിക്കുമെന്ന്. സോ ആ ഒരു ദിവസത്തെ പറ്റി എടുത്തു പറയുകയാണെങ്കിൽ വേറൊരു വീഡിയോ തന്നെ നമ്മൾ അതിനുവേണ്ടി ഇറക്കുന്നതായിരിക്കും. കാരണം ഒരു 1.5 ഐറ്റം തന്നെയായിരുന്നു അന്ന് മഹാരഥിയായിട്ടുള്ള അർജുനൻ കാണിച്ചു വെച്ചത്. 7 അക്ഷൗണീനെയൊക്കെ വളരെ വളരെ രൗദ്രഭാവത്തിലാണ് അർജുനൻ നേരിട്ടത്. അർജുനന്റെ ആ ഒരു രൗദ്രഭാവം കണ്ട് കർണൻ പോലും അർജുനനോട് എതിരിടുവാനൊന്നും പോയില്ല. സോ ആ ഒരു ദിവസം, യുദ്ധത്തിന്റെ 14-ാം ദിവസത്തിൽ അർജുനന് ജയദ്രഥ വധം സംഭവ്യമാക്കുവാൻ വേണ്ടി ഏറ്റവും കൂടുതൽ പ്രയത്നിച്ച 2 ആൾക്കാരാണ് അന്ന് നിലവിലുണ്ടായിരുന്നത്. 1 മഹാരഥിയായിട്ടുള്ള ഭീമസേനൻ, 2 മഹാരഥൻ സാത്വികി. അതെ, സാത്വികി അന്ന് അർജുനന് ചെയ്ത എയ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറൊരു ലെവൽ തന്നെയായിരുന്നു. എടുത്തു പറയുകയാണെങ്കിൽ മഹാരഥന്മാരിൽ മഹാരഥരായിട്ടുള്ള ദ്രോണാചാര്യൻ, ആചാര്യന്മാരുടെ ആചാര്യൻ, അതുല്യനായ ഗുരുദേവൻ, കൗരവ പാണ്ഡവരുടെയും ഗുരുദേവനായിട്ടുള്ള ദ്രോണാചാര്യരുടെ വില്ല് 101 തവണയാണ് നമ്മുടെ സാത്വികി മുറിച്ചിട്ടത്.
ഒന്ന് ഓർക്കണം, ദ്രോണരെ പോലെയുള്ള ഐതിഹാസികമായ യോദ്ധാവിന്റെ വില്ല് 101 തവണ മുറിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു യോദ്ധാവിന്റെ റേഞ്ച് ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ ദ്രോണ ഒരു കാര്യം പറയുന്നുണ്ട്, അതായത് ഒരു സ്തുതി പാടുന്നുണ്ട് സാത്വികിനെ പറ്റി. ദ്രോണർ പറയുന്നത് ഇങ്ങനെയാണ്: ദിസ് യുയോധന, ഡിസൈപ്പിൾ ഓഫ് അർജുന, ഈസ് നോട്ട് ഈസിലി ഡിഫീറ്റഡ്. ഹി സ്റ്റാൻഡ്സ് ലൈക്ക് എ മൗണ്ടൻ ഇൻ ബാറ്റിൽ. യുദ്ധത്തിൽ തനിക്കെതിരായി ഒരു പർവ്വതം പോലെ നിലകൊള്ളുകയാണ് മഹാരഥനായ സാത്വികി എന്നാണ് നമ്മുടെ ദ്രോണാചാര്യർ പറയുന്നത്. അർജുനന്റെ ശിഷ്യനാകുവാൻ എന്തുകൊണ്ടും യോഗ്യതയുണ്ടെന്ന് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് മഹാരഥനായ സാത്വികി. പറയുന്നത് അർജുനന്റെ ഗുരുവായിട്ടുള്ള ദ്രോണാചാര്യരാന്ന് ഓർക്കണം കേട്ടോ. സോ ഈ ഒരു ടൈമിലെ മാസ്റ്റർ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അർജുനൻ 100% ജയദ്രഥനെ തേടി പോകുന്ന ദ്രോണർക്കറിയാം. അന്ന് ദ്രോണരാണ് സർവ്വസേനാധിപനായിട്ടുള്ള നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു ടൈമിൽ യുധിഷ്ഠിരൻ എന്ന് പറയുന്ന അവരുടെ സർവ്വസാമ്രാട്ടിനെ ഒന്ന് പിടിച്ചടക്കുകയാണെങ്കിൽ യുദ്ധം അവിടെ വെച്ച് തീരുകയുള്ളൂ. അതായിരുന്നല്ലോ നമ്മുടെ ദ്രോണറുടെ പ്ലാൻ. സോ ഈ ഒരു പ്ലാനിന് ഒരു മധ്യയിലായിട്ട് നിന്നത് സാത്വികയാണ്. അന്ന് സാത്വികി എന്ത് ചെയ്തിട്ടും അങ്ങ് മാറിക്കൊടുക്കുന്നില്ല. പുള്ളി ഫുൾ ഓൺ പവർ പൊട്ടൻഷ്യൽ ഇങ്ങനെ പ്രൈമിൽ നിൽക്കുന്ന ടൈമാണ് സാത്വികിയുടെ. സാത്വികി ആണെങ്കിൽ ഡിഫീറ്റ് ചെയ്യാൻ പോകുന്നത് ചില്ലറ യോദ്ധാക്കളെയല്ല, മഹാരഥന്മാരിൽ മഹാരഥനായിട്ടുള്ള ദ്രോണാചാര്യർ ഇപ്പോൾ കേട്ടില്ലേ. കൂടാതെ നമ്മുടെ കർണൻ, അംഗരാജാവായ വൈകർത്തനൻ കർണനെയാണ് സാത്വികി. അതിലേക്ക് നമ്മൾ വരാം. കർണൻ, ദ്രോണർ, കൃതവർമാവെന്ന് പറയുന്ന ഈ സാത്വികിയോടൊപ്പം തന്നെ യാദവകുല വംശത്തിൽ നിന്നുകൊണ്ടിരുന്ന ഒരു അലയായിരുന്നു. അദ്ദേഹം കൗരവ പടയോട് യുദ്ധം തുടങ്ങിയപ്പോൾ ചേർന്നു. ബട്ട് അദ്ദേഹവും ഒരു ചില്ലറ യോദ്ധാവൊന്നും അല്ലായിരുന്നു. അദ്ദേഹത്തിനെ എതിർത്ത് നിൽക്കുന്നുണ്ട്. മറ്റ് കൗരവന്മാരെ എല്ലാം സാത്വികി നേരിടുന്നുണ്ട് ആ ഒരു യുദ്ധത്തിൽ. കാരണം അർജുനന്റെ മെയിൻ എയിം എന്ന് പറഞ്ഞാൽ അന്ന് നമ്മൾ പിടിക്കുക എന്നുള്ളതാണ്. സോ അതിന് ഭഗവാൻ ശ്രീകൃഷ്ണ സ്വാമി കാണിച്ച വേലകളൊക്കെ നമുക്കറിയാം. സോ ആ ഒരു ലീലാവിലാസം എല്ലാം കഴിയുമ്പോഴും കുരുക്ഷേത്രത്തിൽ അന്ന് പോരാടി യോദ്ധാക്കളുടെ പ്രൈം ടൈമിലെ സ്കില്ലെടുത്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മഹാരഥനായ ദ്രോണർ വിയർത്തു വന്നു. കൗരവ പടയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല എന്ന് തന്നെ പറയാം. അർജുനൻ ഒരു സൈഡിൽ ഇങ്ങനെ ശരമാരി കൊണ്ടിങ്ങനെ വർഷം പെയ്ക്കൊണ്ടേയിരിക്കുകയാണ്. ആ ടൈമിൽ മഹാരഥനായിട്ടുള്ള സാത്വികി ഇവിടെ നിന്ന് വേറെ രീതിയിൽ അറ്റാക്കും ഡിഫെൻസും ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതും 1.5 യോദ്ധാക്കളുമായിട്ട്. കുറച്ചുകൂടി മനസ്സിലാവുന്ന രീതിയിൽ പറയണമെങ്കിൽ, ജയദ്രഥനെ വധിക്കുവാനുള്ള കംപ്ലീറ്റ് ഫോക്കസിൽ അർജുനൻ ഇരിക്കുന്ന ആ ഒരു ടൈമിൽ സാത്വികി ഇല്ലായിരുന്നു എങ്കിൽ ഒരു പക്ഷേ യുധിഷ്ഠിരനെ ദ്രോണർ അന്ന് പിടികൂടുമായിരുന്നു. സോ ഈ 101 തവണ ദ്രോണറുടെ വില്ല് മുറിച്ചു എന്ന് പറയുന്നുണ്ടെങ്കിലും ബോറി ക്രിട്ടിക്കൽ എഡിഷൻ എടുത്തു നോക്കുകയാണെങ്കിൽ ഒരിക്കലും ദ്രോണരെ തോൽപ്പിച്ചതായിട്ട് സാത്വികിനെ പറയുന്നില്ല. യുദ്ധത്തിന്റെ 14ാം ദിവസം ദ്രോണ വാസ് ഓവർ പവേർഡ് ബൈ സാത്വികി എന്നാണ് പറയുന്നത്. അതെ, നമ്മുടെ യുദ്ധത്തിന്റെ 17ാം ദിവസം കർണൻ ഓൾമോസ്റ്റ് ഓവർ പവേർഡ് അർജുന എന്ന് പറയുകയില്ലേ. അതായത് കർണൻ ഒരിക്കലും അർജുനനെ വിജയിച്ചിട്ടില്ല, ബട്ട് 17ാം ദിവസം ഓവർ പവർ ചെയ്തു എന്ന് പറയുന്നുണ്ട് ഒരു മൊമെന്റിൽ. അതേ സെയിം അവസ്ഥയാണ് ഇവിടെ വന്നിരിക്കുന്നത്. സാത്വികി ദ്രോണരെ പോലെയുള്ള ഒരു യോദ്ധാവിനെ ഓവർ പവർ ചെയ്തിരിക്കുന്നു. ബട്ട് ഇനി നെക്സ്റ്റ് വരുന്ന യോദ്ധാവ് ആരാന്ന് കേട്ടാൽ നിങ്ങൾ ഞെട്ടും. അതെ, അംഗരാജൻ വൈകർത്തനൻ സൂര്യപുത്രനായിട്ടുള്ള കർണനെ അദ്ദേഹം ഓവർ പവർ ചെയ്യുകയല്ല ചെയ്തിട്ടുള്ളത്, ഡിഫീറ്റ് ചെയ്തു എന്ന് ബോറി ക്രിട്ടിക്കൽ എഡിഷൻ പറയുന്നുണ്ട്. പ്രധാനമായും ബോറി ക്രിട്ടിക്കൽ എഡിഷൻ 2 തവണ കർണനും സാത്വികയും നേർക്കുനേർ വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. സോഴ്സ് നോക്കുകയാണെങ്കിൽ ബോറി ക്രിട്ടിക്കൽ എഡിഷൻ ദ്രോണപർവ CE 7.140 എന്ന് പറയുന്ന ആ ഒരു അധ്യായത്തിൽ കറക്റ്റ് സിറ്റുവേഷൻ പറയുന്നുണ്ട്. അർജുനൻ നമ്മുടെ ജയദ്രഥനെ തേടിപ്പോയ ആ ഒരു ടൈമിൽ സാത്വികിയും കർണനും തമ്മിൽ ഏറ്റുമുട്ടുന്നുണ്ട്. കർണനും സാത്വികിയും തമ്മിൽ ഘോരമായ യുദ്ധം കുറേ നേരം നീണ്ടു നിന്നു. കർണന്റെ വില്ല് മൾട്ടിപ്പിൾ ടൈം സാത്വികി ഒടിച്ചു എന്നാണ് പറയുന്നത്. ആൻഡ് ഫൈനലി കർണ വാസ് ടയേർഡ്, ഇഞ്ചേർഡ് ആൻഡ് വിഡ്രോസ് ടെമ്പററിലി എന്നാണ് പറയുന്നത്. താൽക്കാലികമായിട്ട് യുദ്ധത്തിൽ നിന്ന് റിട്രീറ്റ് ചെയ്യേണ്ട വന്നു സാത്വികിയുമായുള്ള യുദ്ധത്തിൽ അംഗരാജൻ, വൈകർത്തനൻ, കർണൻ. സോ ഈ ഒരു ടൈമിൽ നമ്മുടെ സാത്വികി ഒറിജിനലി കർണനെ കളിയാക്കുന്നുണ്ട്. കുറെ ടൈമിൽ കുറെ പൗരുഷമായിട്ടുള്ള വാക്കുകളൊക്കെ സാത്വികി കർണനോട് പറയുന്നുണ്ട്. സോ ഇതുപോട്ടെ, ഇത് കഴിഞ്ഞ് ദ്രോണരുടെ വധത്തിനു ശേഷം എടുത്തു പറയുകയാണെങ്കിൽ കർണൻ സർവ്വസൈന്യാധിപനായി കൗരവരുടെ ആ ഒരു അക്ഷൗണി സൈന്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്ന സമയത്തുമാണ് രണ്ടാമതായി ബോറി ക്രിട്ടിക്കൽ എഡിഷൻ കർണൻ വേഴ്സസ് സാത്വികി ഡ്യുവലിനെ പറ്റി പറയുന്നത്. എടുത്തു പറയുകയാണെങ്കിൽ കർണപർവ CE 8.52. സോ ഈ ഒരു കർണപർവത്തിൽ എടുത്തു പറയുന്നത് കർണൻ സർവ്വസൈന്യാധിപനായിട്ട് ഉള്ള യുദ്ധമാണ്. സോ സാത്വികിയാണ് എഗെയിൻ കൺഫ്രണ്ട് ചെയ്യാൻ നിൽക്കുന്നത് നമ്മുടെ കർണന്റെ ഫ്രണ്ടിൽ. ഈ ഒരു യുദ്ധത്തിൽ പവർഫുൾ അസ്ത്രാസ് എല്ലാം കർണനും സാത്വികിയും അങ്ങോട്ടും ഇങ്ങോട്ടും അന്യോന്യം ഷെയർ ചെയ്യുന്നുണ്ട്. നല്ല ശരമാരി വർഷിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. നല്ല വൺ ഓഫ് ദി അണ്ടർ റേറ്റഡ് ധനുർവേദ യുദ്ധം തന്നെയായിരുന്നു മഹാഭാരതത്തിലെ സാത്വികി വേഴ്സസ് കർണ എന്ന് എടുത്തു പറയുന്നുണ്ട്. ബട്ട് അവിടെയും, അതായത് കർണപർവ്വത്തിലും പറയുന്നത്
കർണ ഓൾദോ മോർ അഗ്രസീവ് ഫെയിൽസ് ടു ഡിസീസ്ലി ബീറ്റ് സാത്വികി എന്നാണ്. ഇതിൽ സാത്വികി ബീറ്റ് ചെയ്യുന്നതെന്ന് പറയുന്നില്ല, അതായത് ആദ്യത്തെ എൻകൗണ്ടറിലെ പോലെ സാത്വികി വൈകീർത്തനൻ കർണനെ തോൽപ്പിച്ചു എന്ന് പറയുന്നില്ല. ബട്ട് ഈ ഒരു രണ്ടാമത്തെ അറ്റംപ്റ്റിൽ കർണൻ ഏതായാലും സാത്വികിനെ തോൽപ്പിക്കുവാൻ പറ്റിയില്ല. ബട്ട് അവിടുന്ന് അദ്ദേഹം വേറെ ഒരു ഫോക്കസ്, അതായത് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ വേറൊന്നിലേക്ക് പോവുകയും അവിടുന്ന് പെട്ടെന്ന് മാറുകയും ചെയ്യുകയെന്നാണ് പറയുന്നത്. ഓഫൺ ഫെയിൽസ് ടു ബീറ്റ് സാത്വികി എന്നാണ് കർണപർവ്വത്തിലെ 17-ാം ദിവസത്തിലും സാത്വികി വേഴ്സസ് കർണ എന്ന് പറയുന്ന ആ ഒരു ഡ്യുവൽ നടക്കുമ്പോൾ ഉണ്ടാകുന്ന കാഴ്ച. സോ ഞാനിതൊന്ന് ജസ്റ്റ് അനലൈസ് ചെയ്ത് മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് മഹാഭാരതം വെച്ചൊന്ന് കമ്പയർ ചെയ്ത് നോക്കിയപ്പോൾ മനസ്സിലായ ഒരു കാര്യമാണ്. അതായത് ജസ്റ്റ് ഒരു കമ്പാരിസൺ ആണ് കേട്ടോ, ഇതിൽ തെറ്റുണ്ടാവുക. റോ പവർ കർണനാണ്, ബാറ്റിൽ ഫീൽഡ് പെർഫോമൻസ് വേഴ്സസ് ഈച്ച് അതർ, അതായത് സാത്വികി വേഴ്സസ് കർണൻ വരുമ്പോൾ സാത്വികി 2-0 ലീഡാണ്. ടാക്റ്റിക്കൽ കൺസിസ്റ്റൻസി എടുത്ത് നോക്കുകയാണെങ്കിൽ സാത്വികയാണ് കൂടുതൽ. അസ്ത്ര നോളജ് എടുത്ത് നോക്കുകയാണെങ്കിൽ അത് കർണനാണ് ഏറ്റവും കൂടുതൽ. അസ്ത്രങ്ങളുടെ കാര്യത്തിൽ സാത്വികയുടെ മുമ്പിൽ തന്നെയായിരുന്നു വൈകർത്തനൻ കർണൻ. പിന്നെ അടുത്തതായി മോറൽ ഇൻറ്റഗ്രിറ്റിയും പ്രൈസും, അതായത് യുദ്ധത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ സ്തുതി പാടിയ ഇവർ രണ്ടുപേരിൽ ഏറ്റവും കൂടുതൽ കർണനും സാത്വികയ്ക്കും ഒരുപോലെയാണ് വന്നിരിക്കുന്നത്. എന്നിരുന്നാലും അസ്ത്രശസ്ത്രങ്ങളിൽ ഫാർ ബെറ്റർ ആയിരുന്നു വൈകർത്തനൻ കർണൻ സാത്വികയേക്കാൾ. ബട്ട് ഓഫൺ ഫെയിൽസ് ടു ബീറ്റ് സാത്വികി എന്ന് പറയുന്നത് ഈ ഒരു യോദ്ധാവിൻ്റെ അന്യായ പെർഫോമൻസ് കൊണ്ട് മാത്രമാണെന്നാണ് പറയുന്നത്. അതായത് എങ്ങനെ കർണനെ സർവൈവ് ചെയ്തു സാത്വികി, അതിൽ തന്നെ അതിൻ്റെ ഉത്തരമുണ്ട്. ഒരു തവണ കർണനെ ബീറ്റ് ചെയ്തു, ഒരു തവണ സർവൈവ് ചെയ്തു. അതും 17-ാം ദിവസം ഫുൾ ഓൺ പവറിലാണ് കർണൻ നിൽക്കുന്നതെന്ന് ഓർക്കണം. ആ ഒരു ടൈമിലും കർണന് സാത്വികയെ പരാജയപ്പെടുത്തുവാനായിട്ടില്ല. സോ കറക്റ്റ് യുദ്ധം ഏതാണെന്ന് അറിയത്തില്ല. റീജിയണൽ മഹാഭാരത ടെക്സ്റ്റിൽ ഇങ്ങനെ ഒരു കഥയുണ്ട്. അതായത് വൈകർത്തനൻ കർണനോ അല്ലെങ്കിൽ ഭൂരിശ്രവസോ ആയിട്ടുള്ള യുദ്ധത്തിൽ നമ്മുടെ സാത്വികയ്ക്ക് അവൻ്റെ രഥം നഷ്ടപ്പെടുന്നുണ്ട്. ആ ഒരു സമയത്ത് കൃഷ്ണൻ്റെ രഥം, ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നത് അർജുനൻ കൃഷ്ണനുമായിട്ട് അവിടെ നിൽക്കുന്ന ആ ഒരു നന്ദീഘോഷ രഥമല്ല, കൃഷ്ണൻ്റെ സ്വന്തം രഥമായിട്ടുള്ള ധാരുക രഥത്തിൽ നമ്മുടെ സാത്വികി നിന്ന് പോരാടുന്നുണ്ട്. അതായത് കൃഷ്ണൻ അങ്ങ് കൊടുക്കുകയാണ് ഈ ഒരു രഥം. സോ ഇത് റീജിയണൽ ടെസ്റ്റിൽ മാത്രമേ ഉള്ളൂ, ഒറിജിനൽ ക്രിട്ടിക്കൽ എഡിഷനിൽ പറയുന്നില്ല. ബട്ട് എന്നിരുന്നാലും ആ ഒരു രഥം സാത്വികയുടെ കയ്യിൽ കിട്ടിയപ്പോൾ തൊട്ട് അദ്ദേഹത്തിൻ്റെ രഥത്തെ ഒരാൾക്ക് തൊടുക പോലും ആകാൻ പറ്റിയിട്ടില്ലെന്നാണ് പറയുന്നത്. നമുക്കറിയാം കൃഷ്ണൻ്റെ രഥം എന്ന് പറഞ്ഞാൽ അന്യായമായിരിക്കുമല്ലോ. സോ ഇനി അടുത്ത യോദ്ധാവ് മഹാമയൻ ഗംഗാപുത്രനായിട്ടുള്ള ഭീഷ്മരെ എതിർത്തിട്ടുണ്ടോ ഈ സാത്വികി? 100%. അതായത് കുരുക്ഷേത്രത്തിൻ്റെ ആദ്യത്തെ 5 ദിവസം എടുത്തു നോക്കുകയാണെങ്കിൽ, ആദ്യത്തെ 5 ദിവസമല്ല, ഭീഷ്മർ മരിക്കുന്നത് വരെ എടുത്തു നോക്കുകയാണെങ്കിൽ ഭീഷ്മരെ കട്ടയ്ക്ക് നിന്ന് വെല്ലുവിളിച്ച യോദ്ധാക്കളിൽ മുൻനിരയിൽ തന്നെയുണ്ട് നമ്മുടെ ഈ സ്വന്തം സാത്വികി. സാത്വികിക്ക് ഒന്നാമത്തെ കാര്യം തൻ്റെ പിതാമഹനാന്നുള്ള ഒരു റെസ്പെക്റ്റ് ഇല്ല. അവിടെ ഒരു തൻ്റെ മുമ്പിൽ നിൽക്കുന്നത് അധർമ്മിയായിട്ടുള്ള, അധർമ്മത്തിന് പിന്തുണ നൽകുന്ന ഒരു വയസ്സായ കാലഭൈരവനായിട്ടുള്ള വൃദ്ധൻ മാത്രമാണ്. സോ ആ ഒരു റിലക്റ്റൻ്റ് ഫൈറ്റിങ് സാത്വികയുടെ പക്ഷത്തിൽ നിന്ന് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മഹാമയന്മാരിൽ മഹാമയനായിട്ടുള്ള ഭീഷ്മരുടെ കൊടിയടയാളം മുറിച്ച യോദ്ധാക്കളുടെ ലിസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആകെ 4 പേരേ ഉള്ളൂ. അതിൽ സാത്വികയുണ്ട്. മഹാരഥനായിട്ടുള്ള ഗാന്ധീവധാരിയായിട്ടുള്ള അർജുനൻ മൾട്ടിപ്പിൾ ടൈംസ് നമ്മുടെ ഭീഷ്മരുടെ കൊടിയടയാളം മുറിക്കുന്നുണ്ട്. ഗാന്ധീവധാരി അർജുനന്റെ മകനായിട്ടുള്ള അഭിമന്യു ഭീഷ്മരുടെ കൊടിയടയാളം മുറിക്കുന്നുണ്ട്. മൂന്നാമതായിട്ട് മഹാരഥനായിട്ടുള്ള ഭീമൻ മുറിക്കുന്നുണ്ട്. 4ാമതായിട്ട് സാത്വികിയാണ്. അതെ, പാണ്ഡവ പക്ഷത്തിലെ ഈ 4 യോദ്ധാക്കളിൽ സാത്വികിയാണ് മഹാമയൻ ഭീഷ്മരുടെ കൊടിയടയാളം മുറിക്കുന്ന ആ ഏക യാദവ യോദ്ധാവ്. സോ എന്നിരുന്നാലും നമ്മുടെ ഭീഷ്മയായിട്ടൊരു 1-on-1 ഡ്യുവല് ലോങ് ടൈമിൽ സ്പെസിഫൈ ചെയ്ത് ബോറി ക്രിട്ടിക്കൽ എഡിഷനിൽ പറയുന്നില്ല. അതായത് ഭീഷ്മരുടെ മെയിൻ അസൈൻമെൻറ്റ് അർജുനനെ ഡിഫീറ്റ് ചെയ്യുക എന്നായിരുന്നു എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. സോ ഈ ഒരു ടൈമിൽ അർജുനൻ്റെ എയ്ഡായിട്ടാണ് അവിടെ സാത്വികി നിൽക്കുന്നത്. ഉറപ്പായിട്ടും സാത്വികി വെല്ലുവിളിക്കുന്നൊക്കെയുണ്ട്, കൊടിയടയാളം മുറിക്കുന്നൊക്കെയുണ്ട്. ബട്ട് ഇവർ തമ്മിൽ ഡയറക്റ്റ് ഒരു യുദ്ധമായിരുന്നില്ല. ബട്ട് അറ്റ് ദ സെയിം ടൈം ഭീഷ്മയുടെ എല്ലാ അറ്റാക്കിനെ റെസിസ്റ്റ് ചെയ്ത ഒരാളാണ് സാത്വികി. സോ ഈ ഒരു കാര്യത്തിൽ കൃഷ്ണനും അർജുനനും കൂടെ രഥത്തിൽ നിന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. യൂധനൻ ഒരു നരസിംഹം പോലെയാണ്. പിതാമഹനായ ഭീഷ്മരുടെ വ്യൂഹങ്ങളിലെ തുളച്ചു കയറുന്ന ഒരു അഗ്നിയാണ് യൂധനെന്ന് അർജുനൻ കൃഷ്ണനോട് പറയുന്നുണ്ട്. ബട്ട് എന്താണേലും മഹാമയനായിട്ടുള്ള ഭീഷ്മാചാര്യരുടെ അസ്ത്രങ്ങളിൽ നിന്ന് റെസിസ്റ്റ് ചെയ്യുവാനുള്ള പവർ സാത്വികയ്ക്ക് ഉണ്ടായിരുന്നു എന്ന് സ്പഷ്ടമാണ്. ബട്ട് ഒന്നാമത്തെ കാര്യം നമ്മൾ എടുത്തു നോക്കേണ്ടത് ഇവരുടെ രണ്ടുപേരുടെയും കോമ്പാക്ട് സ്റ്റൈലാണ്. ആർച്ചറിയിൽ അതുല്യനാണ് ഭീഷ്മാചാര്യർ, മാസ്റ്റർ ക്ലാസ് എന്ന് തന്നെ പറയാം. അതോടൊപ്പം തന്നെ സാത്വികിയും എക്സെപ്ഷണൽ ആയിരുന്നു. അസ്ത്ര നോളജ് എടുത്ത് നോക്കുകയാണല്ലോ, ഭീഷ്മർ അന്യായ രീതിയിൽ ഫാർ ബെറ്റർ ദാൻ സാത്വികി. ഇനി സ്പോർട്സ്മാൻഷിപ്പ്, അതായത് വാൾ യുദ്ധത്തിൽ അത് ഞാൻ ഒരു കഥ പറയാനുണ്ട്. ആ ഒരു യുദ്ധത്തിലും ഭീഷ്മർ അധികം വാൾ വെച്ച് യുദ്ധം ചെയ്യുന്നത് പറയുന്നില്ല, ബട്ട് സാത്വികി ഉപയോഗിച്ചിട്ടുണ്ട്.
ഡിഫെൻസീവ് ബാറ്റിലാണ് നമ്മുടെ ഭീഷ്മർ ചെയ്തെങ്കിൽ അഗ്രസീവായിട്ടുള്ള ബാറ്റിലാണ് നമ്മുടെ സാത്വികി ചെയ്തുകൊണ്ടിരുന്നത്. ബട്ട് സ്റ്റാമിന രണ്ടുപേരുടെ നോട്ടുകയാണെങ്കിൽ നമുക്കറിയാലോ അവസാന ദിവസങ്ങളിൽ എങ്ങനെയാണ് പിതാമഹൻ ഭീഷ്മർ യുദ്ധം ചെയ്തതെന്ന്. ബട്ട് അറ്റ് ദ സെയിം ടൈം രാത്രി യുദ്ധങ്ങളിൽ പ്രഗത്ഭനാണ് നമ്മുടെ ഈ സാത്വികി. വരുവാൻ പോകുന്ന കഥകളിൽ ഞാൻ വിശദമായിട്ടെല്ലാം പറഞ്ഞു തരാം. എന്തിനേറെ പറയുന്നു, യുദ്ധത്തിന് തൊട്ടു മുമ്പ് മഹാരഥനായിട്ടുള്ള മഹാമയനായിട്ടുള്ള ഭീഷ്മാചാര്യർ ഓരോ യോദ്ധാക്കളെ പറ്റി ഒരു പട്ടിക ഇങ്ങനെ തയ്യാറാക്കുമല്ലോ. ആ ഒരു പട്ടിക തയ്യാറാക്കുമ്പോൾ യുയൂധനനായ സാത്വികയെ പറ്റി പറയുന്നുണ്ട്. യുയൂധന ഈസ് എ മഹാരഥ, ഡിസൈപ്പിൾ ഓഫ് അർജുന, ഹീ ഈസ് നോട്ട് ടു ബി അണ്ടർസ്റ്റിമേറ്റഡ്. യുയൂധനായിട്ടുള്ള സാത്വികീനെ ഒരിക്കലും അണ്ടർസ്റ്റിമേറ്റ് ചെയ്യല്, അവനൊരു മഹാരഥൻ തന്നെയാണ്, അവൻ അർജുനൻ്റെ ശിഷ്യനാണെന്ന് മഹാമയൻ ഭീഷ്മരാണിത് പറയുന്നത്. ബട്ട് അറ്റ് ദ സെയിം ടൈം നമ്മളൊരു കാര്യം ഓർക്കണം, ഭീഷ്മറുടെ ടാർഗറ്റ് അല്ലായിരുന്നു സാത്വികി. ഭീഷ്മർ വിചാരിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ 100% സാത്വികിനെ വധിക്കുവാൻ പുഷ്പം പോലെ പറ്റുമായിരുന്നു ഭീഷ്മർക്ക്. ബട്ട് ഭീഷ്മറുടെ ടാർഗറ്റ് അല്ലായിരുന്നു സാത്വികി എന്നത് ഇതിൻ്റെ അകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യമായിരിക്കും. സോ അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇയാളെ വധിക്കേണ്ട എന്നുള്ള ഒരു രീതിയിലായിരിക്കാം യുദ്ധം ചെയ്തത്. സോ നമ്മളെ രണ്ട് പക്ഷവും പറയണമല്ലോ. സോ ഇതിലെടുത്ത് പറയാൻ നേരത്ത് ഇങ്ങനെ ഒരു കമ്പാരിസൻ്റെ ആവശ്യം പോലും ഇല്ല. പക്ഷേ ഭീഷ്മർ വേഴ്സസ് സാത്വികി എന്ന് പറയുന്ന ഒരു കമ്പാരിസൺ എവർ വരികയാണെങ്കിൽ പോലും എനിക്ക് തോന്നുന്നത് അഗ്രസീവ്നെസ്സിൽ മാത്രമേ നമ്മുടെ സാത്വികി ഭീഷ്മരെ തോപ്പിക്കുള്ളൂ. ബാക്കി എല്ലാ കാര്യത്തിലും ഭീഷ്മർ തന്നെയാണ് ഫാർ ബെറ്റർ. ഇനി പാണ്ഡവ സൈഡിൽ നിന്ന് എടുത്തു പറയുകയാണെങ്കിൽ നമ്മുടെ ഭീമനും അർജുനനും വളരെ ഇഷ്ടമുള്ള ഒരു ക്യാരക്ടർ തന്നെയായിരുന്നു നമ്മുടെ യുയൂധൻ അഥവാ സാത്വികി. അതായത് ഇവരുടെ എക്സൈൽ അല്ലെങ്കിൽ അജ്ഞാതവാസകാലം വനവാസ കാലഘട്ടത്തിൽ നമ്മുടെ ദ്രൗപദി അർജുനനോട് അഭിമന്യുവിൻ്റെ സുരക്ഷതയെ പറ്റിയുള്ള കുറേ ആശങ്കകൾ ഇങ്ങനെ പറയുന്നുണ്ട്. സോ ആ ഒരു ടൈമിൽ നമുക്കറിയാം ബലരാമനും കൃഷ്ണനും ഉണ്ട്. എന്നിരുന്നാലും അർജുനനപ്പം പറയുന്ന ഒരു കാര്യമുണ്ട്, എൻ്റെ ശിഷ്യനായ യുയൂധനൻ എന്ന പേരായ ഒരുവൻ അവിടെയുണ്ട്, അവൻ്റെ സമീപത്തുള്ളിടത്തോളം കാലം അവനെ ആരും തൊടുകയില്ല. അത്രയ്ക്ക് വിശ്വാസമായിരുന്നു അർജുനന് സാത്വികയെ. അർജുനൻ്റെ ഒരു പെർഫെക്റ്റ് ഡിസൈപ്പിൾ അല്ലെങ്കിൽ ശിഷ്യൻ എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരേ ഒരു യോദ്ധാവേ അന്നുണ്ടായിരുന്നുള്ളൂ, അത് ഈ പറഞ്ഞ സാത്വികയായിരുന്നു. മഹാഭാരതത്തിൽ സ്പെസിഫൈ ചെയ്ത് ഒരു അസ്ത്രങ്ങളും സാത്വികി ഉപയോഗിക്കുന്നില്ലെങ്കിലും മോസ്റ്റ് ഓഫ് ദി വേർഷൻസ് ഓഫ് മഹാഭാരതത്തിൽ സാത്വികി ഉപയോഗിച്ച അസ്ത്രങ്ങൾ എന്ന് പറയുന്നത് നാഗാസ്ത്രം, വരുണാസ്ത്രം, ആഗ്നേയം, വായവം തുടങ്ങിയിട്ടുള്ള അസ്ത്രങ്ങളാണ്. ഇതിൽ കൂടുതൽ അല്ലെങ്കിൽ ഈ ഒരു അസ്ത്രങ്ങളുടെ മണ്ടയിൽ നിൽക്കുന്ന തരത്തിലുള്ള ഒരു അസ്ത്രങ്ങളും ദിവ്യാസ്ത്രങ്ങളും സാത്വികി ഉപയോഗിച്ചതായിട്ട് ബോറിയിൽ പറയുന്നില്ല. എക്സെപ്ഷണൽ ആയിട്ടുള്ള ഒരു ആർച്ചർ ആയിരുന്നെങ്കിലും അദ്ദേഹവും ഒരു ഉത്തമനായ ഗദാധാരിയും കൂടിയായിരുന്നു. അതും കൂടി എടുത്ത് പറയാനാണല്ലോ. ഈവൻ ദ ബലരാമൻ, മഹാബലശാലിയായിട്ടുള്ള ബലരാമൻ ഹിംസെൽഫ് ടോപ്ഡ് ഹിം ദ ഗദായുദ്ധം അല്ലെങ്കിൽ ദ മെയ്സ് വാർ. അതുകൂടാതെ തന്നെ നമ്മുടെ ഭീമസേനൻ്റെ ഒരു പ്രിയ മിത്രം കൂടിയായിരുന്നു സാത്വികി. അതായത് ഭീമസേനൻ ആഗ്രഹിക്കുന്ന ആ ഒരു അഗ്രസീവ്നെസ് ഉള്ള ഒരു യോദ്ധാവായിരുന്നു നമ്മുടെ സാത്വികി. എസ്പെഷ്യലി അത് ദ്രോണരോടും കർണനോടും ഒക്കെ ആയാലും സാത്വികി ഒരു വീറും വാശിയും ഉണ്ടായിരുന്ന ഒരു യോദ്ധാവായിരുന്നു. നമ്മുടെ ഭീമൻ്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ. ഭീമൻ അങ്ങനത്തെ ഒരു അഗ്രസീവിൻ്റെയൊക്കെ ഒരു പൂർണ്ണ രൂപം ഉണ്ടെങ്കിൽ അത് ഭീമസേനൻ മാത്രമാണ്. സോ അങ്ങനെ ഒരു യോദ്ധാവിൻ്റെ കൂടെ ഇത്തരം ഒരു ആർച്ചറും കൂടെ ചേരുമ്പം എന്തുമായിരിക്കും, അത് തന്നെ ആ ഒരു സെറ്റപ്പായിരുന്നു ഭീമനും നമ്മുടെ ഈ സാത്വികിയും തമ്മിൽ. സോ അവർ നല്ല അല്ലയായ ബോണ്ടിലാണ് ഇരിക്കുന്നത്. എന്തിനേറെ പറയുന്നു, ദ്രോണറുടെ ഒരു വ്യൂഹം പൊളിച്ചു കയറുന്ന സാത്വികിയെ കണ്ടിട്ട് ഭീമസേനൻ ഇങ്ങനെ ആഹ്ലാദിക്കുന്നുമുണ്ട്, അതോടൊപ്പം തന്നെ അദ്ദേഹത്തെ പ്രശംസിച്ച് പറയുന്നതുമുണ്ട്. ഇനി നമുക്ക് ബോറി ക്രിട്ടിക്കൽ എഡിഷൻ പ്രകാരം പറയുന്ന നമ്മുടെ സാത്വികിയുടെ കുറെ സ്തുതിവചനങ്ങൾ നോക്കാം. അതായത് ഇവൻ മാസാന്ന് കുറെ പേര് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ, അതാരൊക്കെയാന്ന് നോക്കാം. ഒന്നാമതായി ഉദ്യോഗപർവത്തിൽ കൃഷ്ണൻ പറയുന്ന വാക്കുകളാണ്. വാസുദേവൻ ശ്രീകൃഷ്ണ ഭഗവാൻ സ്വാമി ഇങ്ങനെയാണ് പറയുന്നത്, യുയൂധന ഗ്രേറ്റ് അമംഗ് ദ വൃഷ്ണീസ് ഈസ് ലൈക്ക് എ സെക്കൻഡ് അർജുന, ഹീ ഈസ് ഇൻവിൻസിബിൾ ഇൻ ബാറ്റിൽ ആൻഡ് നോസ് ഓൾ ഫോംസ് ഓഫ് വാർഫെയർ. യുദ്ധത്തിൽ ഒരു സെക്കൻഡ് അർജുനനെ പോലെയാണ് തനിക്ക് യുയൂധനൻ അല്ലെങ്കിൽ സാത്വികിനെ തോന്നുന്നതെന്നാണ് കൃഷ്ണൻ പറയുന്നത്. അതുപോലെ തന്നെ ഭീഷ്മപർവ്വതത്തിലും കൃഷ്ണൻ ഇങ്ങനെ പറയുന്നുണ്ട്, I have no concern for him. യുയൂധന alone is sufficient to vanquish these kings. എനിക്ക് അവനിൽ യാതൊരു വിശ്വാസക്കുറവുമില്ല, അവൻ ഒറ്റയ്ക്ക് ഈ പറഞ്ഞ രാജാക്കന്മാരെ എല്ലാം നിലംപരിശാക്കുമെന്ന് വാസുദേവൻ ശ്രീകൃഷ്ണൻ സ്വാമിയാണ് പറയുന്നത്. ഇനി മഹാരഥനായിട്ടുള്ള ഗാണ്ഡീവധാരിയായിട്ടുള്ള അർജുനൻ സാത്വികിയുടെ ഗുരു എന്തുവാണ് പറയുന്നതെന്ന് കേൾക്കണ്ടേ. ഉദ്യോഗപർവത്തിൽ അർജുനൻ സാത്വികിയെ പറ്റി പറയുന്നത് ഇങ്ങനെയാണ്, യുയൂധന മൈ സ്റ്റുഡൻറ്റ് ഈസ് മൈറ്റി. He has mastered all that I have and he performs with unmatched excellence in battle. If Satyaki lives in the war, I do not fear Drona, Karna or even Jayadratha. He is a lion on the battlefield. സാത്വികി ജീവനോടുള്ളപ്പോൾ എനിക്ക് ആരെയും പേടിയില്ല, ദ്രോണാചാര്യരെയോ കർണനെയോ ജയദ്രഥനെയോ ആരെയും തന്നെ.
എൻ്റെ സ്റ്റുഡൻ്റാന്ന് പറയുന്നതിൽ അദ്ദേഹത്തിന് അഭിമാനമുണ്ടെന്നും എനിക്കറിയാവുന്നതെല്ലാം ഞാൻ അവനിലും പഠിപ്പിച്ചിട്ടുണ്ടെന്നും അർജുനൻ പറയുന്നു. ഇനി നമ്മുടെ സഞ്ജയനുണ്ടല്ലോ, അതെ, ധൃതരാഷ്ട്രക്ക് ലൈവ് ടെലികാസ്റ്റ് ഇങ്ങനെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്ന ഒരു നറേറ്റർ സഞ്ജയൻ യുദ്ധത്തിൽ നമ്മുടെ ദ്രോണരുടെ വ്യൂഹത്തിൻ്റെ അകത്തേക്ക് ചീറിപ്പാഞ്ഞു കയറുന്ന നമ്മുടെ സാത്വികിനെ കണ്ടപ്പോൾ നറേറ്റർ ആയിക്കൊണ്ട് ധൃതരാഷ്ട്രക്ക് പറഞ്ഞു കൊടുത്തത് ഇങ്ങനെയാണ്: യൂഥന പീസ്ഡ് ഇൻ ടു ദ്രോണാസ് വ്യൂഹാസ് ആസ് എ ലയൺ എൻറ്റേഴ്സ് ഇൻ ദ ഹെഡ് ഓഫ് ഡിയർ നൺ കുഡ് സ്റ്റോപ്പ് ഹിം. ഒരു മാൻപേടയെ എങ്ങനെയാണോ ഒരു സിംഹം പിടിക്കുന്നത്, വേട്ടയാടി പിടിക്കുന്നത്, അതുപോലെ ദ്രോണരുടെ വ്യൂഹത്തിലേക്ക് കയറുകയാണ് സാത്വികി. അവനെ ആരാലും തടുക്കുവാൻ സാധ്യമല്ല. ഇത് സഞ്ജയൻ പറയുന്നതെന്ന് ഓർക്കണം. യുദ്ധം ലൈവ് ടെലികാസ്റ്റിൽ കണ്ടുകൊണ്ടിരുന്ന സഞ്ജയൻ പറയുകയാണ് നമ്മുടെ ധൃതരാഷ്ട്രരോട്. ഇതുപോലെ തന്നെ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ദ്രോണരുടെ ആ ഒരു വ്യൂഹം തകർക്കുവാൻ പോയപ്പോൾ ഭീമൻ പറഞ്ഞ കാര്യം പറഞ്ഞല്ലോ. സോ ഭീമൻ്റെ കാര്യം നമ്മളിവിടെ വിടുകയാണ്. അതേപോലെ തന്നെ നമ്മുടെ മഹാമയനായിട്ടുള്ള ഭീഷ്മരും അതിനു മുമ്പ് പറയുന്ന കുറേ കാര്യങ്ങളുണ്ടല്ലോ, അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യില്ല, അതും നമ്മൾ നേരത്തെ പറഞ്ഞായതുകൊണ്ട് അതും ഇവിടെ വിടുകയാണ്. ആൻഡ് ഫൈനലി ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് പറയുകയാണെങ്കിൽ ഒരു സ്തുതി അല്ലെങ്കിൽ പ്രൈസ് വചനം പോലെ പറയുന്ന ഒരു യോദ്ധാവ് സാമ്രാട്ടായിട്ടുള്ള യുധിഷ്ഠിരനാണ്. യുധിഷ്ഠിരൻ ദ്രോണപർവ്വത്തിലാണ് ഇങ്ങനെ പറയുന്നത്: ഓ യുയോധന, പ്രൊട്ടക്ടർ ഓഫ് കോഴ്സ് ആസ് യു ഓൾവേസ് ഡു, വിത്ത് യു ഐ ഹാവ് നോ ഫിയർ ഈവൻ ഇഫ് ദ്രോണ ഹിംസെൽഫ് ലീഡ്സ് ദി അറ്റാക്ക്. അതായത് സാത്വികി, നീ എപ്പോഴും ചെയ്യാറുള്ളത് പോലെ നീ ഇപ്പോഴും തുടരുക. നീ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്കൊന്നിനെയും പേടിക്കാനില്ല. അത് ദ്രോണറുടെ അറ്റാക്ക് ആണെങ്കിലും ഞാൻ അതിനെ അതിജീവിക്കുമെന്നാണ് യുധിഷ്ഠിരൻ സാത്വികയോട് പറയുന്നത്. സോ എന്തുവാ പറയുന്നത്, ഇത്തരം റൈവൽ റെസ്പെക്റ്റ് കിട്ടിയ നമ്മുടെ അഭിമന്യുവിനെ പോലെ തന്നെയായിരുന്നു ഭീഷ്മരും പറഞ്ഞ കാര്യങ്ങളാണ് ഈ പറയുന്നത്. ഭീഷ്മർ മാത്രമാണ് എടുത്ത് കൗരവ സൈഡിൽ നിന്നും സാത്വികിനെ ഇങ്ങനെ പൊക്കി അടിച്ചിട്ടുള്ളത്. സോ എല്ലാ യോദ്ധാക്കളും വീഴുന്ന ഒരു സമയത്ത് വാരിയറിലായിട്ടുള്ള ഒരു യോദ്ധാക്കൾ കാണുമല്ലോ, അത്തരം ഒരു മഹാരഥനായിരുന്നു സാത്വികി, മഹാഭാരതത്തിലെ വാഴ്ത്തപ്പെടാതെ പോയ യോദ്ധാവ്. സോ എന്തുകൊണ്ടാണ് മോഡേൺ സീരിയൽസ് ആൻഡ് ഇൻ്റർപ്രലേഷൻസ്, കുറേ പറഞ്ഞു വരുന്ന നോവൽസ്, ലെജൻസ് സാത്വികീനെ ഇങ്ങനെ അണ്ടർ റേറ്റഡ് ആയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് എൻ്റെ കയ്യിൽ യുദ്ധമില്ല. ഒരു യോദ്ധാവിനെ എന്തുകൊണ്ട് അണ്ടർ റേറ്റഡ് ആക്കി കളഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാലും അതിലെനിക്ക് ഉത്തരമില്ല. മഹാഭാരതം എന്ന് പറയുന്ന ഈ ഐതിഹാസിക കൃതിയിൽ ഒരിക്കലും ഒഴിച്ചുകൂടുവാനാവാത്ത ഒരു മഹാരഥന്മാരിൽ മഹാരഥനായ യോദ്ധാവ് തന്നെയാണ് സാത്വികി. ഈ സാത്വികിയുടെ എൻഡിങ് അല്ലെങ്കിൽ കഥാന്ത്യം എങ്ങനെയായിരുന്നു എന്നറിയാമോ? അതായിരുന്നു ഞാൻ വീഡിയോയുടെ ആദ്യം പറഞ്ഞത്, നമുക്ക് കുറേ കാര്യങ്ങൾ പറയാനുണ്ടെന്ന്. അതെ, സാത്വികി ഒരു യാദവനായിരുന്നു എന്ന് പറഞ്ഞല്ലോ. സാത്വികി യാദവ വംശത്തിൽ പെട്ടുകൊണ്ട് തന്നെ നമ്മുടെ ഗാന്ധാരിയുടെ ഒരു ശാപം ഉണ്ടായിരുന്നു കൃഷ്ണന് നേരെ: നിന്റെ യാദവകുലം തമ്മിത്തല്ലി മരിക്കുമെന്ന് പറയുന്ന ഒരു ശാപം. സോ ആ ഒരു ശാപത്തിൻ്റെ പേരിൽ തന്നെയാണ് നമ്മുടെ സാത്വികി മരിക്കുന്നത്. എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു വാർ ഉണ്ടാകാൻ തന്നെ കാരണം, അതായത് ഇപ്പം കുരുക്ഷേത്ര യുദ്ധം കഴിഞ്ഞു കേട്ടോ, കുരുക്ഷേത്ര യുദ്ധം അതിജീവിച്ചവരിൽ പാണ്ഡവരും സാത്വികിയുമാണ് പാണ്ഡവ സൈഡിൽ നിന്നും യുദ്ധം അതിജീവിച്ചവരിൽ പ്രമുഖർ. ഇനിയിപ്പോൾ കൗരവരുടെ സൈഡ് നോക്കുകയാണെങ്കിൽ അശ്വത്ഥാമാവ്, കൃതവർമാവ് ഇവരൊക്കെയാണ്. സോ ഇതിൽ നമ്മുടെ കൃതവർമാവ് യാദവ യോദ്ധാവായിരുന്നല്ലോ. കുരുക്ഷേത്ര യുദ്ധത്തിൽ കൗരവരുടെ പക്ഷം ചേർന്ന് യുദ്ധം ചെയ്തെങ്കിലും യാദവനായിരുന്നു കൃതവർമാവ്. ഒരുമിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ സാത്വികിയും കൃതവർമാവും ഒക്കെ ഒരേ രീതിയിൽ പഠിച്ചു വന്നവരാണെന്ന് തന്നെ പറയാം. സോ അങ്ങനെ കുരുക്ഷേത്ര യുദ്ധം കഴിഞ്ഞു. ഹസ്തിനപുരം എന്ന മഹാരാജ്യത്തിൻ്റെ സാമ്രാജ്യത്തിൻ്റെ സാമ്രാട്ടായിട്ട് നമ്മുടെ യുധിഷ്ഠിരൻ മാറും. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി, ശാപങ്ങളുടെ ആ ഒരു കാലഘട്ടം വന്നു. അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മുടെ കൃഷ്ണൻ അറിയാം ഗാന്ധാരിയുടെ ശാപം ഫലിക്കാനുള്ള സമയമായെന്ന്. സോ പ്രഭാസ എന്ന് പറയുന്ന ഒരു നദീതീരത്ത് നമ്മുടെ ഗാന്ധാരിയുടെ ശാപം ഇപ്പോൾ വരുമെന്ന് നേരത്തെ മുൻകൂട്ടി കേട്ട കൃഷ്ണനൊഴിച്ച് ബാക്കി എന്ന എല്ലാവരും, അതായത് യാദവ ക്ലാനിലുള്ള യാദവ വംശത്തിലുള്ള എല്ലാവരും നന്നായിട്ട് മദ്യപിച്ചിരുന്നു. സോ ഇങ്ങനെ മദ്യപിച്ച് മതോന്മതനായിട്ടിരിക്കുകയാണ് നമ്മുടെ സാത്വികി, കൃതവർമാവ് സാത്വികി രണ്ട് ചേരിയിലായിരുന്നെങ്കിലും യുദ്ധാനന്തരം ഇവർ രണ്ടുപേരും ഒരുമിച്ച് തിരിച്ച് കൃഷ്ണൻ്റെ കൂടെ തന്നെ യാദവ കുലത്തിലേക്ക് പോയിട്ടുണ്ടല്ലോ. സോ ആ ഒരു ടൈമിൽ ഇവരിങ്ങനെ മദ്യപിക്കുകയാണ് നമ്മുടെ സാത്വികിയും കൃതവർമാവും. സോ സാത്വികിക്ക് ഉടനെ തന്നെ എഴുന്നേറ്റ് നമ്മുടെ കൃതവർമാവിനോട് അങ്ങ് മദ്യം തലയ്ക്ക് മൂത്തിട്ട് പറഞ്ഞു: കൃതവർമാവേ, നീ എന്നാ കാണിച്ചത് ഒരുമാതിരി ഒരു പരിപാടിയായിപ്പോയി. കാരണം ഉറങ്ങിക്കിടന്ന പാണ്ഡവ പിള്ളേരെയെല്ലാം നിങ്ങളൊന്ന് കൊന്നില്ലേ എന്ന്. സോ ഈ ഒരു ഒറ്റ ചോദ്യം കേട്ടപ്പോഴേക്ക് നമ്മുടെ കൃതവർമാവിന് ട്രിഗേർഡായി. കൃതവർമാവ് എഴുന്നേറ്റ് എന്ന് ചോദിച്ചു: ആരെയെ പറയുന്ന വലിയ നീതിമാൻ, ബോരിസ്രാജനെ നിരായുധനായിട്ടിരുന്നപ്പോൾ തലയറുത്ത് കൊന്നവനല്ലേ നീ? ഇല്ലായിരുന്നെങ്കിൽ നീ അന്ന് തന്നെ പടവായെന്ന്. ഇതൊക്കെ ഞാൻ കയ്യിൽ നിന്നിരുന്ന കേട്ടോ. സോ ഈ ഒരു രീതിയിലുള്ളൊരു ടോക്ക് നമ്മുടെ സാത്വികിയും നമ്മുടെ കൃതവർമാവും തമ്മിലുണ്ടായി. സോ ഒന്ന് പറഞ്ഞ രണ്ടാമത്തേന് സാത്വികി കയ്യിൽ നിന്ന്, അതായത് സാത്വികി അവിടെ നിന്ന് കിട്ടിയ ഒരു പുല്ലാണ് പറിച്ചത്, പക്ഷേ അതിന് വേറൊരു ബാക്ക് സ്റ്റോറി ഉണ്ടായിരുന്നു, ഒരു മുനിശാപം ഉണ്ടായിരുന്നു. സോ ഒരു മുനിശാപം നിമിത്തം ആ പുല്ല് പെട്ടെന്ന് വാളായി മാറുകയും ചെയ്തു.
ആ വാള് വെച്ച് കൃതവർമാവിൻ്റെ തലയറക്കുകയാണ് സാത്വികി ചെയ്തത്. മദ്യപിച്ച് മധുവന്മതനായി നിന്ന് നമ്മുടെ സാത്വികി കൃതവർമാവിൻ്റെ ഒന്നും രണ്ടും പറഞ്ഞിട്ട് തലയറുത്തു. സോ കൃതവർമാവ് പറഞ്ഞതാണ് ശരി, സാത്വികി പറഞ്ഞതാണ് ശരി എന്ന് പറഞ്ഞ് യാദവ യോദ്ധാക്കൾ രണ്ട് പക്ഷക്കാരായി. രണ്ടു പക്ഷത്ത് നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പെറുപിറുക്കുവാൻ തുടങ്ങി. അത് പിന്നെ കയ്യാങ്കളിയിലേക്ക് പോയി. അത് പിന്നെ യുദ്ധമായി മാറി. ഇത് കൃഷ്ണൻ ഓൾറെഡി നേരത്തെ അറിയാമായിരുന്നു എന്ന് തന്നെ പറയാം. സോ അങ്ങനെ നമ്മുടെ യാദവകുലം തമ്മിത്തല്ലി നശിക്കുകയാണ് ഉണ്ടായത്. അങ്ങനെയായിരുന്നു അവരുടെ ആ അന്ത്യം. സോ ഒന്ന് ഓർത്ത് നോക്കുകയാണെങ്കിൽ മഹാഭാരതത്തിൽ ഈ ഒരു കാര്യങ്ങളൊക്കെ എന്ന് പെർസ്പെക്റ്റീവിൽ രീതിയിൽ എടുക്കുകയാണെങ്കിൽ, അതായത് ഈ യോദ്ധാക്കളുടെ വീര്യം, പോർവീര്യം, അല്ലെങ്കിൽ ഈ റാങ്കിങ്സ്, ഇതെല്ലാം ഒന്ന് മാറ്റി നിർത്തിയിട്ട് മഹാഭാരതം എന്ന് പറയുന്ന എൻ്റെ ഇതിഹാസ കഥ നമ്മളൊന്ന് ഗ്രഹിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതിൽ നിന്ന് എന്താണ് നമുക്ക് പഠിക്കാനുള്ളതെന്ന്. ആ ഒരു കാര്യം നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. സോ എന്തായാലും കുറേ പേർ ആഗ്രഹിച്ച, കുറേ പേർ റെക്കമെൻഡ് ചെയ്ത, കുറേ പേർ കമൻറ്റ് ചെയ്ത ഒരു വീഡിയോ തന്നെയായിരുന്നു മഹാരഥൻ സാത്വികയെ പറ്റിയിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അനാലിസിസ്. ഇത് ബോറയിൽ നിന്നും പിന്നെ കുറച്ച് വിവർത്തനങ്ങളിൽ നിന്നും എടുത്തതാണ്. സോ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. ഇതിൽ കൂടുതൽ എന്തെങ്കിലും അറിവ് സാത്വികയെ പറ്റി നിങ്ങൾക്ക് പറയുവാനുണ്ടെങ്കിൽ കമൻറ്റിൽ രേഖപ്പെടുത്തുക. സോ ഏതായാലും മഹാഭാരതത്തിലെ ഇനിയും കുറേ യോദ്ധാക്കളെ പറ്റി നമുക്ക് പഠിക്കുവാനുണ്ട്. അതുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. സോ അതുവരെ ശുഭനിദ്ര.